സൈബർ രംഗങ്ങൾക്ക് പിന്നാലെ പ്രത്യക്ഷ തിരുത്തുമായി പോസ്റ്ററുമായി സഖാക്കൾ കണ്ണൂർ രംഗത്ത് വരികയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും ധർമ്മശാലയിൽ പാർട്ടി കേന്ദ്രത്തിൽ പോസ്റ്ററുകൾ പതിക്കപ്പെടുകയാണ്. പൊതുമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും മാറ്റുക എന്ന ആവശ്യമാണ് മൊറാഴ സഖാക്കൾ എന്ന പേരിൽ പതിച്ചിട്ടുള്ള പോസ്റ്ററുകളിൽ ഉള്ളത്. CK വിജയുണ്ട്. CK, ഈ പോസ്റ്റർ യുദ്ധം പലപ്പോഴും നമ്മൾ കണ്ടു. പക്ഷേ കണ്ണൂരിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ V കുഞ്ഞികൃഷ്ണ ജയം അപ്രതീക്ഷിതം വല്ലാത്ത ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ പാർട്ടി സെക്രട്ടറി ഭാര്യയുടെ തോൽവിയും വലിയ ആഘാതമായി മാറുന്നു. TK ഗോവിന്ദന്റെ വിജയം അതും വലിയ ആഘാതമായി മാറുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ CPM ഒരു വ്യക്തതയില്ലാത്ത സ്ഥിതിയിൽ അണികൾ ഏതരത്തിൽ ഈ മൊറാഴ സഖാക്കൾ എന്നത് എന്താണ്, അവർ പതിക്കുന്ന പോസ്റ്റർ എന്താണ്? രതീഷ്, പല ഘട്ടങ്ങളിലായി പല തെരഞ്ഞെടുപ്പുകൾക്കിടയിലൊക്കെ ഒട്ടേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെയൊക്കെ CPM നേരിടുകയും ചെയ്തിട്ടുണ്ട്. ആ നേരിടാൻ വേണ്ടി CPM ഉപയോഗിക്കുന്നത് അതിൻ്റെ അതിശക്തമായ സംഘടനാ സംവിധാനത്തെയാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഈ 2026 നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഒപ്പം തന്നെ സംഘടനാ പ്രശ്നങ്ങളും CPM-നെ വേട്ടയാടുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഈ കണ്ണൂർ ജില്ലയിലെ 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയിൽ നിന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നു. അത് പിരിഞ്ഞു പോവുക മാത്രമല്ല, അവർ എതിർ സ്ഥാനാർത്ഥികളായി CPM-ന്റെ ഉന്നതരായ നേതാക്കൾക്കെതിരെ മത്സരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിഗുരുതരമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ടാണ് ഇപ്പോൾ CPM കണ്ണൂരിൽ നിൽക്കുന്നത്. അതിൻ്റെ പല രീതിയിലുള്ള പ്രകടനങ്ങൾ പല രീതിയിലായി വരുന്നുണ്ട്, അല്ലെങ്കിൽ ബഹിർസ്ഫുരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ തന്നെ മൊറാഴ സഖാക്കൾ എന്ന് പറഞ്ഞും ആന്തൂർ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കുകളിലും മറ്റും നിരന്തരം, പ്രത്യേകിച്ച് ആന്തൂർ സഖാക്കൾ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു പോസ്റ്റർ വന്നത്. അത് പ്രധാനമായും വന്നിട്ടുള്ളത് മാങ്ങാട്ടുപറമ്പ് ഭാഗത്ത്, അതായത് ആന്തൂരിൻ്റെ ഈ ധർമ്മശാല ഭാഗത്താണ് വന്നത്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് MV ഗോവിന്ദൻ്റെയും PK ശ്യാമളയൊക്കെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി എന്ന് തന്നെ നമുക്ക് പറയാം. ആ സ്ഥലത്താണ് പാർട്ടി കേന്ദ്രം അവിടെയാണ്. അതപ്പോൾ പാർട്ടിക്കാർ ഒട്ടിച്ചു, അങ്ങനെ തന്നെ ഉറപ്പിക്കാമല്ലേ? ഈ മൊറാഴ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ചാൽ ആരൊട്ടിച്ചു എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പാർട്ടിക്കാർ തന്നെ, അല്ലാതെ മറ്റാരും അവിടെ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ സാധ്യതയുണ്ടോ? അത് 2 കാര്യമുണ്ട്. അത് പാർട്ടിക്കാരല്ലെങ്കിൽ കൂടിയും പാർട്ടിക്കാർക്കടക്കം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവരടക്കം ആരൊക്കെയോ അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ എങ്കിലുമാണത്. കാരണം ഇനി ആരൊട്ടിച്ചാൽ പോലും അതിൽ വസ്തുതയുണ്ട് എന്ന് പാർട്ടിക്കാർ പോലും സമ്മതിക്കുന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിപ്പോഴും അങ്ങനെ കീറി പോകാത്ത രീതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിരന്തരമായി, അത് പല രീതിയിൽ, ഒരു തരത്തിലല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും പോസ്റ്ററുകളിലായാലും നേരിട്ടായാലും മറ്റ് പാട്ടുകളായും എല്ലാം തന്നെ വരുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അങ്ങോട്ട് ഇതിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു പരിധിവരെ ബിനീഷ് കോടിയേരിയുടെ ഉൾപ്പെടെ പോസ്റ്റിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് മാറ്റിയതായാണ് കണ്ടത്. അതായത് നേതൃത്വത്തിനെതിരെയുള്ള ചില സൂചനകൾ അതിൽ പരസ്യമായി തന്നെ ഉണ്ടായിരുന്നു.